യുദ്ധം മൂലം ഉപരോധത്തിലായ ഗസ നിവാസികളെ വിശപ്പ് എത്ര രൂക്ഷമായി ബാധിച്ചുവെന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ദി ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത് പ്രകാരം വടക്കൻ ഗസയിലെ അബു ജിബ്രിൽ എന്നയാൾ കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ മറ്റു മാർഗമില്ലാതെ ഉപജീവനത്തിനായി വളർത്തിയിരുന്ന കുതിരയെ അറുത്ത് ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു. കൂടാതെ മനുഷ്യർക്ക് ഭക്ഷ്യയോഗ്യമായി കരുതാത്ത മൃഗങ്ങളുടെ തീറ്റയും പലതരം ഇലകളും ആളുകൾ പാകം ചെയ്തു കഴിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കുട്ടികളെ പോറ്റാൻ കുതിരകളെ അറക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. വിശപ്പ് ഞങ്ങളെ കൊല്ലുകയാണ്. വടക്കൻ ഗസയിലെ ജബലിയ ക്യാമ്പിൽ കഴിയുന്ന അബു ജിബ്രിലിന്റെ വാക്കുകളാണിത്. യുദ്ധത്തിന് വളരെ മുൻപ് തന്നെ ഗസയിലെ ഏറ്റവും വലിയ ക്യാമ്പായിരുന്നു ജബലിയ. 60-കാരനായ ജിബ്രിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ അടുത്തുള്ള ബെയ്റ്റ് ഹനൂനിൽ നിന്ന് ജബലിയയിലേക്ക് പലായനം ചെയ്താണ് ക്യാമ്പിലെത്തുന്നത്. വർഷങ്ങളായി ഹമാസിന്റെ ശക്തി കേന്ദ്രമെന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശത്ത് UN നടത്തുന്ന സ്കൂളിന് സമീപമുള്ള ഒരു കൂടാരമാണ് ഇപ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനുമുള്ള വീട്. ബെയ്റ്റ് ഹനൂനിൽ 2 കുതിരകളെ ഉപയോഗിച്ച് ഉപജീവനം കഴിച്ചിരുന്നയാളാണ് ജിബ്രിൽ. പക്ഷേ യുദ്ധം ഒന്നും അവശേഷിപ്പിക്കാതെ എല്ലാം നശിപ്പിച്ചു. തന്റെ കുതിരകളെ അറുത്ത് അരിയോടൊപ്പം പാകം ചെയ്ത് ഇയാൾ കുടുംബത്തിനും അയൽക്കാർക്കും ഭക്ഷണം നൽകി. എന്നാൽ തങ്ങൾ കഴിച്ചത് കുതിരയിറച്ചിയാണെന്ന് അവർ അറിഞ്ഞിട്ടില്ലെന്നും അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് താൻ ഭയപ്പെടുന്നുവെന്നും ജിബ്രിൽ പറയുന്നു. ഇവർ താമസിക്കുന്ന ജനസാന്ദ്രതയേറിയ ജബലിയ പ്രദേശത്ത് മലിനമായ വെള്ളവും പവർക്കെട്ടും ജനത്തിരക്കും നേരത്തെ തന്നെ ഒരു പ്രശ്നമായിരുന്നു. ഉയർന്ന തൊഴിലില്ലായ്മയിൽ നിന്നുള്ള ദാരിദ്ര്യം ജബലിയയിലെ 100,000-ലധികം നിവാസികൾക്കിടയിലും വലിയ സംഘർഷം തീർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്ഷണവും തീർന്നിരിക്കുന്നു. യുദ്ധം കാരണം സഹായ ഏജൻസികൾക്ക് പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതിനിടെയാണ് സഹായമെത്തിക്കാൻ വന്ന ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. 2.2 ദശലക്ഷം ആളുകൾ പട്ടിണിയുടെ വക്കിലാണ് എന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഗസയിൽ തങ്ങളുടെ ജീവനക്കാർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ലെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തു. എന്നിട്ടും ഗസയിൽ വിശന്നു തളർന്നു കിടക്കുന്ന കുട്ടികൾ ഭക്ഷണം പ്രതീക്ഷിച്ച് പൊട്ടിയ പാത്രങ്ങളും കയ്യിൽ കരുതി കാത്തിരിക്കുകയാണ് എന്നാണ് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത്. സാഹചര്യം ഏറെ മോശമാണ്. ഭക്ഷണ വിതരണം കുറഞ്ഞതോടെ ലഭ്യമായ ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയാണ്. ഉദാഹരണത്തിന് 1 കിലോ അരി 7 ഷെക്കലിൽ കൊടുത്തിരുന്നത് ഇപ്പോൾ 55 ഷെക്കലായി ഉയർന്നുവെന്ന് ആളുകൾ പരാതിപ്പെടുന്നു. മുതിർന്നവർക്ക് വേണമെങ്കിൽ വിശന്നിരിക്കാൻ കഴിയും. എന്നാൽ 4-5 വയസ്സുള്ള ഈ കുട്ടികൾ പട്ടിണി കിടന്നുറങ്ങാനും വിശന്ന് എഴുന്നേൽക്കാനും അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആളുകൾ ചോദിക്കുന്നു. ഭക്ഷണത്തിന്റെ ഭയാനകമായ അഭാവം, വർദ്ധിച്ചുവരുന്ന പോഷകാഹാരക്കുറവ്, രോഗങ്ങൾ എന്നിവ ഗസയിലെ ശിശുമരണങ്ങളിൽ ഒരു സ്ഫോടനത്തിന് ഇടയാക്കുമെന്ന് കുട്ടികളുടെ ഏജൻസിയായ യൂണിസെഫ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 19-ന് ഗസയിൽ 2 വയസ്സിന് താഴെയുള്ള 6 കുട്ടികളിൽ ഒരാൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇവിടേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ട്രക്കുകളുടെ ശരാശരി എണ്ണം ജനുവരിയിൽ 200 ആയിരുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 57 കുറഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 20 ട്രക്കുകൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂവെന്ന് UN വ്യാഴാഴ്ച ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 100 കണക്കിന് ട്രക്കുകൾ കെരം ഷാലോം ക്രോസിംഗിന്റെ പലസ്തീൻ ഭാഗത്ത് നിഷ്ക്രിയമായി കിടക്കുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. മാത്രമല്ല, ഗസ സ്ട്രിപ്പിലേക്ക് മാനുഷിക സഹായം അയക്കുന്നതിനെതിരെ പ്രകടനം നടത്തുന്ന ഇസ്രായേലി പ്രതിഷേധക്കാർ സഹായവുമായി പോകുന്ന ട്രക്കുകൾ ഇടയ്ക്കിടെ കെരം ഷാലോമിൽ തടഞ്ഞുവെന്നും ആരോപണമുണ്ട്. ഇതിനൊപ്പം സാധാരണ ജനങ്ങളിൽ നിന്ന് ഹമാസ് സഹായം സ്വായത്തമാക്കുകയും അവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുകയും ചെയ്തതായി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ആരോപണമുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി അരിയോ ഗോതമ്പോ കുടിവെള്ളമോ കിട്ടുന്നില്ലെന്ന് ഒരു സ്ത്രീ പറയുന്നു. വിശപ്പകറ്റാൻ ഗസക്കാർ അഴുകിയ ചോളത്തിന്റെ കഷ്ണങ്ങൾ, മനുഷ്യ ഉപഭോഗത്തിനു യോഗ്യമല്ലാത്ത മൃഗങ്ങളുടെ കാലിത്തീറ്റ, ഇലകൾ പോലും കഴിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അയൽക്കാരോട് പണത്തിനായി യാചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഞങ്ങളുടെ പക്കൽ 1 ഷെക്കൽ പോലുമില്ല. പണത്തിനായി ഓരോ വാതിലിലും മുട്ടുകയാണ്. ആരും ഞങ്ങൾക്ക് പണം നൽകുന്നില്ല, അവർ കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ഡസൻ കണക്കിന് ഗസ നിവാസികൾ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ അവർ ഉയർത്തിപ്പിടിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ വ്യോമാക്രമണത്തിൽ മരിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ പട്ടിണി മൂലം മരിക്കുന്നു. പട്ടിണി ഞങ്ങളുടെ മാംസം തിന്നു തീർക്കുന്നു.